ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. LP ഇൻ്റർവ്യൂകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചു വന്ന ഒരു ടോപ്പിക്കാണ് കരിക്കുലം, അതുപോലെ തന്നെ സിലബസ്. മലയാളത്തിൽ പാഠ്യപദ്ധതി, പാഠ്യക്രമം എന്ന് പറയും. കരിക്കുലം എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതിയും സിലബസ് എന്നാൽ പാഠ്യക്രമവുമാണ്. ഇവ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. നമുക്ക് കരിക്കുലം എന്താണെന്ന് നോക്കാം. കരിക്കുലം അഥവാ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് കൂടുതൽ വിശാലമാണ്. അത് വളരെ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. അത് പഠന ലക്ഷ്യങ്ങൾ, കുട്ടികളിൽ ഉണ്ടാകേണ്ട പ്രാപ്തി, അതുപോലെ തന്നെ പഠനക്രമം, അതായത് സിലബസ്, മൂല്യനിർണയം, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും, വിദ്യാലയങ്ങളിൽ വെച്ച് നടത്തേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കരിക്കുലം അഥവാ പാഠ്യപദ്ധതി. പാഠ്യപ്രവർത്തനങ്ങളും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളും ഏതെല്ലാമായിരിക്കണം, എങ്ങനെയെല്ലാം ചെയ്യണം എന്നെല്ലാം അത് കൃത്യമായി നിർദ്ദേശിക്കുന്നു. പഠിതാവിൻ്റെ സമ്പൂർണ്ണ വികാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായി പറയുന്നു. ചുരുക്കത്തിൽ വിദ്യാർത്ഥിയെ പഠന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന എല്ലാ പഠനാനുഭവങ്ങളും ഉൾപ്പെടുന്ന ഒന്നാണ് പാഠ്യപദ്ധതി അഥവാ കരിക്കുലം. ഒരു കുട്ടി എങ്ങനെയായിരിക്കണം രൂപപ്പെടേണ്ടത് എന്നുള്ളത് കരിക്കുലത്തിനെ ബേസ് ചെയ്താണ് തീരുമാനിക്കുന്നത്. ഒരു കുട്ടി എന്ത് പഠിക്കണം എന്നല്ല, എങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ആ ഒരു ആശയം സ്വായത്തമാക്കേണ്ടത് എന്ന് കരിക്കുലത്തിലൂടെ വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരിക്കുലം ഒരു കുട്ടിയുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്ന ഒന്നാണ്. സിലബസ് അഥവാ പാഠ്യക്രമം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് കരിക്കുലം എന്ന സംഭവത്തിലെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് സിലബസ് എന്നത്. സിലബസ് അഥവാ പഠനക്രമം അത് കുട്ടികൾ പഠിക്കേണ്ട പഠന വസ്തുവാണ് എന്ന് നമുക്ക് പറയാം. എപ്പോഴും പാഠ്യക്രമം എന്ന് പറയുന്നത് പുസ്തകങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതും അതുപോലെ തന്നെ സൈദ്ധാന്തികവുമാണ്. എന്താണ് പുസ്തകത്തിലുള്ളത് അത് പഠിക്കുക എന്ന് മാത്രമാണ് സിലബസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്നൊന്നും തന്നെ സിലബസിൽ ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഡിഗ്രി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്കറിയാം, ഡിഗ്രിക്ക് ഒരു സിലബസ് കിട്ടും. ആ സിലബസിൽ ഏതൊക്കെ പോർഷൻസാണ്, ഏതെല്ലാം ആളുകൾ എഴുതിയ പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ ഏതെല്ലാം കവിതകളാണ്. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഇതെല്ലാം കവിതകളാണ്, പോയംസ് ആണ്, അതുപോലെ നോവൽസ്, സ്റ്റോറീസ് ഏതെല്ലാമാണെന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ വേറെ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നമ്മൾ പഠിക്കേണ്ട സംഭവങ്ങൾ മാത്രം. ഇതേപോലെ തന്നെയാണ് എല്ലാ വിഷയത്തിലും, മാത്സിലായാലും സയൻസിലായാലും. നമ്മൾ ആ ഒരു സെമിസ്റ്റർ കഴിയുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം എന്നുള്ളത് അതിലുണ്ടാവും. അത് ബൈ ഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് മാത്രമാണ് ആ ഒരു കുട്ടിയുടെ ഡ്യൂട്ടി. അതാണ് പാഠ്യക്രമം അഥവാ സിലബസിലുള്ളത്. എന്നാൽ ആ കോളേജിൽ ആ ഒരു സെമസ്റ്ററിനായിട്ടൊരു കരിക്കുലം ഉണ്ടാവും. അതിനോട് ചേർന്ന് കുട്ടികൾ ഏതെല്ലാം തരത്തിലുള്ള ശേഷികളാണ് നേടേണ്ടത്, ഏതെല്ലാം പഠന പ്രവർത്തനത്തിലൂടെ, ഏതെല്ലാം പാഠ്യപ്രവർത്തനങ്ങളിലൂടെ ആ കുട്ടി കടന്നു പോകണമെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പാഠ്യപദ്ധതി സിലബസ് ഉണ്ടാകും. കരിക്കുലം ഉണ്ടായിരിക്കും. അത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പാഠ്യക്രമം എന്ന് പറയുമ്പോൾ പുസ്തക രചനയ്ക്കും പാഠ്യക്കുറിപ്പുകൾ തയ്യാറാക്കുന്നതിനും ആശ്രയിക്കുന്നത് നമ്മൾ പാഠ്യക്രമത്തെയാണ്. പാഠ്യക്രമം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു നമുക്ക് ലഭിക്കുന്ന ഒരു സിലബസ് അത്രയേ ഉള്ളൂ. അത് പഠിക്കുക എന്നുള്ളത് മാത്രം, അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പാഠ്യപദ്ധതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പഠനക്രമം അഥവാ സിലബസ്. ഇത്രയും കാര്യങ്ങളാണ് പാഠ്യപദ്ധതിയെ പറ്റിയിട്ടും പാഠ്യക്രമത്തെ പറ്റിയിട്ടും പറയാനുള്ളത്. എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പറയാം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ്
ഇത് പറഞ്ഞത്. തീർച്ചയായിട്ടും പലർക്കും കരിക്കുലം സിലബസ് എന്താണെന്നുള്ള വ്യത്യാസം അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. എവർക്കും യൂസ്ഫുൾ ആകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എങ്കിൽ ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസ്, വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻസ് താഴെ രേഖപ്പെടുത്തുക. നന്ദി.